ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ കൊല്ലം നഗരം ഒരുങ്ങി. കൊല്ലം പൂരം അരങ്ങേറുന്ന ആശ്രാമം മൈതാനത്താണ് പ്രധാന വേദി. നാളെ മുതൽ 5 നാൾ ആശ്രാമം മൈതാനം കലാപൂരത്തിന്റെ മനോഹര വേദിയാകും. കൗമാര സർഗശേഷിയുടെ കുടമാറ്റം ആസ്വദിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ നടത്തിയിട്ടുള്ളത്. വിശാലമായ വേദിയും കൂറ്റൻ പന്തലും ആധുനിക ശബ്ദ വെളിച്ച സംവിധാനവും പ്രധാന വേദിയിലെ കലാസ്വാദനത്തിന് മികവേകും. ചിന്നക്കട, ആശ്രാമം റോഡ് ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന വേദികളെല്ലാം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച് ആകർഷകമാക്കിയിട്ടുണ്ട്. കലാപ്രതിഭകളെ സ്വാഗതം ചെയ്യാൻ കുറ്റമറ്റ തയ്യാറെടുപ്പുകളാണ് വിവിധ സമിതികളുടെ നേതൃത്വത്തിൽ സംഘാടകർ നടത്തിവരുന്നത്. 31 സ്കൂളുകളിലായി മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, KSRTC ഡിപ്പോ, വേദികൾ, താമസ സ്ഥലം, ഭക്ഷണശാല എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യത്തിനായി 30 വാഹനങ്ങൾ കലോത്സവ വണ്ടി എന്ന പേരിൽ സജ്ജമാക്കിയിരിക്കുന്നു. ഊട്ടുപുരയും ഭക്ഷണശാലയും ക്രേവൻ സ്കൂളിലാണ്. ഭക്ഷണം തയ്യാറാക്കുന്നതിനാവശ്യമായ വിഭവങ്ങൾ സമൂഹത്തിന്റെ സംഭാവനയായി സ്വീകരിക്കാൻ മേളയ്ക്കൊരു നാളികേരം എന്ന പേരിൽ കലവറ നിറയ്ക്കൽ പരിപാടിയും പുരോഗമിക്കുന്നു. ഇതിനായി ഭക്ഷണ കമ്മിറ്റി പ്രതിനിധികൾ സ്കൂളുകളുടെ പരിസര പ്രദേശങ്ങളിലെത്തി ഉത്പന്നങ്ങൾ സ്വീകരിച്ചു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം ജില്ലയിൽ പുരോഗമിക്കുന്നു. നഗരപര്യടനത്തിന് കരുനാഗപ്പള്ളിയിൽ ഇന്ന് തുടക്കമായി. 4 മുനിസിപ്പാലിറ്റികളും കൊല്ലം കോർപ്പറേഷനിലുമായി 23 കേന്ദ്രങ്ങളിൽ യാത്രയുടെ ഭാഗമായ ജനസമ്പർക്ക ബോധവത്കരണ പരിപാടി നടക്കും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജില്ലാ ലീഡ് ബാങ്കായ ഇന്ത്യൻ ബാങ്കാണ് നഗരപര്യടനം ഏകോപിപ്പിക്കുന്നത്. ബാങ്കുകൾ, ജൻ ഔഷധി, നബാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, തപാൽ വകുപ്പ്, നെഹ്റു യുവകേന്ദ്ര എന്നിവയുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ, വായ്പാ സ്കീമുകൾ, സ്വയം തൊഴിൽ പരിശീലനം, ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ജനങ്ങളോട് ആശയവിനിമയം നടത്തും. HLL ലൈഫ് കെയർ ഹിന്ദു ലാബിന്റെ സൗജന്യ ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പും യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. നവംബർ 27 ആരംഭിച്ച ഗ്രാമീണ യാത്ര 58 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിലെത്തി. ഗ്രാമീണർക്ക് ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിവ് പകരുന്ന യാത്രയ്ക്ക് എല്ലാ പഞ്ചായത്തിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ മഴവില്ല് ജില്ലാ ക്യാമ്പും സീനിയർ കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡും നടന്നു. മന്ത്രി J. ചിഞ്ചുറാണി പങ്കെടുത്തു. പ്ലാറ്റൂണുകളെ നയിച്ച കേഡറ്റുകൾ, ഇൻസ്ട്രക്ടർമാർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ എന്നിവരെ ആദരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. 34 സ്കൂളുകളിൽ നിന്നുള്ള സീനിയർ കേഡറ്റുകളാണ് 5 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത്. ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിനായി വെളിനല്ലൂരിൽ നാട്ടുകാർ പണം സ്വരൂപിച്ച് 8 സെന്റ് സ്ഥലം വാങ്ങി നൽകി. വെളിനല്ലൂർ പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആക്കൽ വട്ടത്തിൽ കടവിലാണ് ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം നിർമ്മിക്കുക. വസ്തുവിന്റെ പ്രമാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നാട്ടുകാർ കൈമാറി. ഇവിടെ പഞ്ചായത്ത് ബഹുവർഷ പദ്ധതിയായി 30 ലക്ഷം രൂപ ചെലവിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിക്കും. ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ ഇരട്ടക്കുളത്ത് കുടിവെള്ളം എത്തിക്കാൻ ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 14 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കിയത്. 59 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വിതരണം പ്രായോഗികമല്ലാത്ത പ്രദേശങ്ങളിൽ ഭൂജല സ്രോതസ് മുഖേനയാണ് ജലം ലഭ്യമാക്കുക. ഇരട്ടക്കുളം കിണറ്റുമുക്കിൽ സജ്ജമാക്കിയ കുഴൽക്കിണറാണ് മുഖ്യ ജലസ്രോതസ്. മൈക്രോ വാട്ടർ സപ്ലൈ സ്കീമിന്റെ ഭാഗമായി പൂർത്തീകരിച്ച പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും ഗുണഭോക്താക്കൾ ചേർന്ന് രൂപീകരിച്ച സമിതിയാണ് നിർവഹിക്കുക. പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകർക്കായി വായ്പാ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. സംരംഭക വർഷം 2ന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മേളയിൽ 6 വായ്പകൾ വിതരണം ചെയ്തു. ഉദ്യം, K-സ്വിഫ്റ്റ് ലൈസൻസ് വിതരണം എന്നിവയും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.